ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് വട്ടം അൻവറാക്ക വരെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ട് എന്ന്, അതാരും പരിഹരിച്ചിട്ടില്ല അല്ലേ? അതായത് കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വെച്ച പന്നിക്കണിയല്ല. കൃഷി നശിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഒരു കവറിങ്ങിൽ, ഫുൾ കവറിങ്ങിലേ ചെയ്യുള്ളൂ. ഒരു ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് എൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി ഞാൻ കവർ ചെയ്തേ വെക്കുള്ളൂ മൊത്തമായിട്ട്. അല്ലാതെ ഈ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് മോളിക്ക് വരുമ്പോൾ അറിയാം. കൃഷി ചെയ്യുന്ന ഇടത്ത് മാത്രം ക്രമീകരിച്ച് വെക്കുള്ളൂ. കൃഷി ചെയ്യുന്നതോടെ നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോൾ വാഴക്കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാക്കാൻ ഫുൾ 4 ഭാഗം കവർ ചെയ്യും. 4 ഭാഗത്തോടി കയറരുതല്ലോ, 4 ഭാഗം കവർ ചെയ്തു. ഇത് നിങ്ങൾക്ക് ആർക്കും നോക്കി അറിയാൻ പറ്റും. ഇത് ഇത്ര മാത്രം, ഇത് കറണ്ട് ഇട്ട് കണക്ക്. ഇത് ബിസിനസ്സിനായിട്ട് പന്നീനെ പിടിച്ച് ഇറച്ചി വെക്കുന്ന ടീമിൻ്റെ പരിപാടിയാണിത്. ഇത് സ്ഥിരമായി നടക്കുന്ന പരിപാടിയായിട്ട് നടക്കുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ നാട്ടുകാർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടില്ല, അവരെ തെറ്റാണത്. 3 പേര് പെടുകയാണ് ഇവിടെ. അതിലൊരാള് വായന്ന് നൊരയും പതിയൊക്കെ വന്നു തുടങ്ങിയാണ്. ആ ടൈമിലാണ് ആ കോല് ഉപയോഗിച്ച് പൊന്തിച്ചപ്പോൾ ഒരാളെ കാല് കിട്ടിയത്. ആ കാല് വലിച്ചിടുക ചെയ്ത് നേരെ കണ്ട്. അയാളെയും കൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പത്തിന് മൂപ്പര മകണ്ട്, ബാബു കാക്കാൻ്റെ മകണ്ട്. മൂപ്പരെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും അവൻ ഫീസ് ഊരിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട്. ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അടിച്ചു വീഴുള്ളൂ. കറണ്ടല്ല, ഡയറക്റ്റ് കറണ്ടാണ് വരുന്നത്, ഇൻവേർട്ടർ അല്ല. ആ സമയത്താണ് പ്രശ്നമായത്. അതായത് ഇപ്പോൾ 5 പേരാണ് ഒരുമിച്ച് വീണിച്ചാൽ 5 പേരും ഇവിടെ പിറ്റേ ദിവസം വരെ ഇവിടെ കിടക്കും. അവരെന്നെ മരിക്കും, എല്ലാവരും മരിക്കും. ആദ്യം എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ പറഞ്ഞാണ്, എൻ്റെ കൂട്ടുകാരനാണ് മനീഷ് പറഞ്ഞത്, ഈ ഏറ്റവും വലിയ ആള്, അവനാണ് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത്. 5 പേരുണ്ടായിരുന്നു. 5 പേരിൽ 3 പേർക്കാണ് ഷോക്ക് അടിച്ചത്. അതിൽ 2 പേര്, ഒരാൾ ഇവിടെയും ഒരാൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു.